Hi children, welcome back to LK Star Maths class. ഇന്ന് നമ്മൾ 11th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ് ആണ്. സെറ്റ്സിലെ എക്സസൈസ് 1.1ലെ 6th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആണ്. വളരെ എളുപ്പമായിട്ടുള്ളൊരു പ്രോബ്ലം ആണ് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കൂ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, രണ്ട് കുതിരെ സച്ച് ദാറ്റ് എന്ന് വായിക്കും കേട്ടോ. എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് 6. എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആയിരിക്കണം. അത് എന്തും കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ പ്രൈം നമ്പർ ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ? എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് 6. പ്രൈം നമ്പറും ആയിരിക്കണം, 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറും ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ. ബി, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. എക്സ് എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്? എക്സിനകത്തുള്ള എലിമെൻറ്റ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഓഡ് നമ്പർ ആയിരിക്കണം, ഒറ്റ സംഖ്യകളായിരിക്കണം. മാത്രമല്ല എണ്ണൽ സംഖ്യകളുമായിരിക്കണം. പിന്നെ എന്താ ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുള്ളത്? ലെസ് ദാൻ 10, 10ൽ കുറവുമായിരിക്കണം എന്നാണ് അടുത്തത്. ഇനി സി നോക്കിയേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് 6. ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. എക്സ് നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യയുമായിരിക്കണം. പിന്നെ എന്താണ്? 6നെ ഡിവൈഡ് ചെയ്യാനും പറ്റണം. ആദ്യം തന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രൈം നമ്പർ ആയിരിക്കണം കേട്ടോ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കണം. അത് സെറ്റിനകത്തുള്ള നമ്പേഴ്സ് എണ്ണൽ സംഖ്യ ആയിരിക്കണം. അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. ദെൻ ഡി നോക്ക്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് വേർഡ് മാത്തമെറ്റിക്സ്. കണ്ടോ? ഈ മാത്തമെറ്റിക്സ് എന്നുള്ളതിനുള്ള ലെറ്റേഴ്സ് വരുന്ന ഒരു സെറ്റ്. അപ്പോൾ ഇത് എയും ബിയും ഉണ്ടാവുമല്ലോ. മാച്ച് ദ ഫോളോയിങ്ങിൽ ഒരു സൈഡിലുണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ ആൻസേഴ്സ്. അപ്പോൾ ഇവിടെ ഷഫിളായിട്ട് ഡിഫറെൻറ്റ് ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾക്ക് ഇതിന് അനുസൃതമായിട്ടുള്ള ആൻസേഴ്സ് കണ്ടെത്തുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നോക്കിയേ. ഫസ്റ്റ് 1 2 3 6 സെറ്റിനകത്ത് ഇവിടെയോ സെറ്റിൽ 2 3. ദെൻ ഇവിടെ സെറ്റിനകത്ത് മാത്തമെറ്റിക്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോർത്ത് 1 കൊടുത്തിരിക്കുന്നത് എന്താണ്? സെറ്റിൽ 1 3 5 7 9. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ആൻസർ കണ്ടെത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് 6 എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പർ ആയിരിക്കണം, അതിനെ 6നെ ആ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഏതൊക്കെയായിരിക്കും? കണ്ടോ? ആൻസർ വരുന്നത് എന്താണ്? 2ഉം 3ഉം ആയിരിക്കും. ഇതെന്താ ഈ പ്രൈം നമ്പർ എന്ന് പറയുന്നത്? അറിയാമല്ലോ അല്ലേ? നോക്കിയേ. ഇപ്പോൾ 1 × 2 കിട്ടും. കണ്ടോ? 1 × 3 എന്താ കിട്ടുക? 3 കിട്ടും. അപ്പോൾ ഈ ഒരു നമ്പറിന് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയാൻ 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്, അത്തരം നമ്പറെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളോട് പറഞ്ഞ പ്രകാരം ഈ ആൻസർ ഇവിടെ ഉണ്ട്. സോ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എന്താണ്? സെറ്റ് 2 3. ഇനി സെക്കൻഡ് വൺ നോക്ക്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. 10ൽ കുറവായിട്ടുള്ള എല്ലാ ഒറ്റ സംഖ്യകളും അതെങ്ങനെയാണ്? നാച്ചുറൽ നമ്പറും ആയിരിക്കണം. അതും ഇവിടെ ഉണ്ടല്ലോ. കണ്ടോ? ഫോർത്ത് 1 നോക്കിയേ. ഇതെല്ലാം ഒറ്റ സംഖ്യകളല്ലേ? 1 3 5 7 9. 10ൽ കുറവല്ലേ? സോ ഇതാണ് ഏതിൻ്റെ ആൻസർ? ബിയുടെ ആൻസർ. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത് സോ ബിയുടെ ആൻസറാണ് കേട്ടോ. അതേ കിടക്കുന്നതാണ് ബിയുടെ ആൻസർ. ക്ലിയർ? എയുടെ ആൻസറാണ് അതായത്. ഇനി നമുക്ക് സി നോക്കാം. നോക്കി. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാച്ചുറൽ നമ്പറും ആയിരിക്കണം. ഇത് എന്തുകൊണ്ടാണ്? 6നെ ഡിവൈഡ് ചെയ്യാനും സാധിക്കണം. നമുക്കിതിൽ നോക്കാം. ഇതേ കണ്ടോ? ഫസ്റ്റ് 1 കിടക്കുന്നത് നോക്കിയേ. 1 2 3 6. 1 6 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 2 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 3s 6. ഇനി 3 കൊണ്ടും 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ത് വരും? 2 കൊണ്ട് അല്ലേ? 2 ടൈംസ് പോകും. ദെൻ 6 എത്ര ടൈംസ് പോകും? 1 ടൈം. അപ്പോൾ ഇതെല്ലാം എൻ്റെ ആൻസർ. സോ ക്വസ്റ്റ്യൻ എന്താണ്? സി. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. സോ നമുക്ക് ഇതാണ് സി ആണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് 1 സിയുടെ ആൻസറാണ്. ക്ലിയർ ആയില്ലേ? ഇനി ഡി നോക്കിയോ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമെറ്റിക്സ്. കണ്ടോ? മാത്തമെറ്റിക്സിൻ്റെ വേർഡ്സ് വരുന്നതാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ബാക്കി റിമൈൻ ചെയ്യുന്ന ഇതല്ലേ? സോ ഡിയുടെ ആൻസർ എന്താണ്? ഇതാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ റിപ്പീറ്റ് ചെയ്ത ഏതെങ്കിലും വേർഡ്സ് വരുന്നുണ്ടോ? അതാ നോക്ക്. എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം നമ്പേഴ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് വേണം ബാക്കി എഴുതാൻ. നോക്കിയേ. MATHE. കണ്ടോ? MATH എഴുതി. വീണ്ടും MA റിപ്പീറ്റ് ചെയ്തു. എഴുതുമോ? പാടില്ല. ടിയും റിപ്പീറ്റ് ചെയ്തു. സോ അതിനെ ഒഴിവാക്കുക. ഈ MAT വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പാടില്ല. ഒരു സെറ്റിനകത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റോ പാടില്ല. സോ MATHEICS ഇതാണ് ഇതിൻ്റെ ആൻസർ.
ക്ലിയർ ആയല്ലോ. സോ ഇവിടെ വെച്ചിട്ട് നമ്മുടെ 1.1 എന്നുള്ള എക്സസൈസ് അവസാനിക്കുകയാണ്. സോ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ മുന്നിലുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ അതെല്ലാം കണ്ടതിന് ശേഷം വേണം ഓരോ പ്രോബ്ലംസ് ചെയ്യാൻ കേട്ടോ. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.